എല്ലാ ഗ്രഹങ്ങളും കാലാകാലങ്ങളിൽ പരസ്പരം കൂടിച്ചേരുന്നു. അവ മിത്രമായാലും ശത്രു ഗ്രഹങ്ങളായാലും. ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള സംയോജനത്തിൻ്റെ രൂപീകരണം ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്നു. ജ്യോതിഷപ്രകാരം നീതിയും കർമ്മഫലവും നൽകുന്ന ശനിദേവൻ ഇപ്പോൾ കുംഭരാശിയിലാണ് സഞ്ചരിക്കുന്നത്. 2024 മാർച്ചിൽ ശുക്രനും കുംഭരാശിയിലേക്ക് കടക്കും. മാർച്ചിൽ ശുക്രനും ശനിയും ചേർന്ന് കുംഭത്തിൽ ഒരു സംയോജനം ഉണ്ടാക്കുന്നു. ജ്യോതിഷപ്രകാരം 30 വർഷത്തിന് ശേഷമാണ് ശുക്രന്റെയും ശനിയുടെയും ഇത്തരമൊരു സംയോഗം നടക്കുന്നത്. ഈ രണ്ട് ഗ്രഹങ്ങളുടെ കൂടിച്ചേരലിന്റെ ഫലം 12 രാശികളെയും ആളുകൾക്ക് ദൃശ്യമാകും. ശനി, ശുക്രൻ എന്നീ 2 ഗ്രഹങ്ങളും കൂടിച്ചേരുമ്പോൾ 3 രാശികൾ പ്രത്യേക ഗുണങ്ങൾ ലഭിക്കും. ഇവരുടെ ഭാഗ്യവും ഈ സമയം തിളങ്ങും. ഇവർക്ക് പെട്ടെന്ന് സാമ്പത്തിക നേട്ടവും ജീവിതത്തിൽ പുരോഗതിയും ഉണ്ടായേക്കാം. ശനി ശുക്ര സംയോഗത്താൽ ഭാഗ്യ നേട്ടങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഏതൊരു ജാതകത്തിലും ശുക്രൻ ഭാര്യയെയും വിവാഹത്തെയും പ്രതിനിധീകരിക്കുന്നു. ജാതകത്തിൽ ശുക്രൻ നല്ലതായാൽ അത് നല്ല ദാമ്പത്യ ജീവിതം പ്രദാനം ചെയ്യുന്നു. കണ്ണുകൾ, ജനറേറ്റീവ് സിസ്റ്റം, തൊണ്ട, താടി, കവിൾ, വൃക്ക മുതലായവയെ നിയന്ത്രിക്കുന്നത് ശുക്രനാണ്. നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ ശുഭസ്ഥാനത്ത് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ആകർഷകമായ വ്യക്തിത്വം നൽകുന്നു. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും കാര്യത്തിൽ ഇത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. മികച്ച ദാമ്പത്യ സുഖം ആസ്വദിക്കാനാകുന്നു. നിങ്ങൾ നേരത്തെ വിവാഹം കഴിച്ചേക്കാം. എല്ലാവരുമായും സൗഹാർദ്ദം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും. എന്നാൽ ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ നിങ്ങൾക്ക് യഥാസമയം വിവാഹഭാഗ്യം നൽകില്ല. ദാമ്പത്യ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. കുഞ്ഞിന് ജന്മം നൽകുന്നതിൽ തടസ്സങ്ങളും ഉണ്ടാകാം. അത് നിങ്ങളുടെ ബന്ധങ്ങളെയും തകർത്തേക്കാം. ജ്യോതിഷത്തിൽ ശനിക്ക് വലിയ പ്രാധാന്യമുണ്ട്. മകരം, കുംഭം രാശികളുടെ അധിപനാണ് ശനി. ശനി തുലാം രാശിയിൽ ഉയർന്നതും മേടരാശിയിൽ താഴ്ന്നതുമായി കണക്കാക്കപ്പെടുന്നു. ശനി വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. ശനി ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറാൻ 2.5 വർഷം എടുക്കും. ശനി ഒരു ക്രൂര ഗ്രഹമായി കണക്കാക്കപ്പെടുന്നു. പക്ഷേ അത് അങ്ങനെയല്ല. ശനി നീതിയുടെ ഗ്രഹമാണ്. ശനിദോഷം ചെയ്യുന്നവരുടെ മേൽ ദുർദൃഷ്ടി പതിക്കുമ്പോൾ സത്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു. ശനിയുടെ ദൂഷ്യവശാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാത്തര പ്രശ്നങ്ങളും വരാൻ തുടങ്ങും. വ്യക്തി ക്രമേണ രോഗിയായി മാറുന്നു. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശനി ഉയർന്ന സ്ഥാനത്താണെങ്കിൽ അത് അവനെ ഒരു ദരിദ്രനിൽ നിന്ന് രാജാവായി മാറ്റുന്നു. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശനി ലഗ്നഭാവത്തിൽ ആണെങ്കിൽ അത് പൊതുവെ അനുകൂലമായി കണക്കാക്കില്ല. ശനി ശുക്ര സംയോഗത്താൽ ഭാഗ്യ നേട്ടങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. മിഥുനം. ജ്യോതിഷപ്രകാരം ശനിയും ശുക്രനും പരസ്പരം കൂടിച്ചേരുമ്പോൾ അത് മിഥുന രാശിക്കാർക്ക് ഗുണം ചെയ്യും. മിഥുന രാശിയിലെ 9ാം ഭാവത്തിൽ ശനിയുടെയും ശുക്രന്റെയും സംയോഗം രൂപപ്പെടാൻ പോകുന്നു. ഈ കാലയളവിൽ നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ പദ്ധതികളിലും നിങ്ങൾക്ക് വിജയിക്കും. കരിയറുമായി ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. പെട്ടെന്ന് പണം നേടാൻ അവസരങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് രാജ്യത്തിനകത്തും വിദേശത്തും യാത്ര ചെയ്യാൻ അവസരം ലഭിക്കും. കുംഭം. കുംഭം രാശിക്കാർക്ക് ശനിയുടെയും ശുക്രന്റെയും സംയോജനം അനുകൂലമായിരിക്കും. കുംഭം രാശിക്കാരുടെ ജാതകത്തിൽ ലഗ്നഭാവത്തിൽ ശനിയുടെയും ശുക്രന്റെയും സംയോഗം ഉണ്ടാകും. അതിലൂടെ നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടും. സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും. അറിവ് വർദ്ധിക്കും. തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടാകും. കുംഭം രാശിയിലുള്ളവരുടെ ജാതകത്തിൽ ശനിദേവൻ ശശമഹാപുരുഷ രാജയോഗം രൂപീകരിക്കുന്നു. നിങ്ങൾക്ക് ഈ സമയം സ്വത്ത്, വാഹനം, പുതിയ വീട് തുടങ്ങിയ ഭൗതിക സൗകര്യങ്ങൾ ലഭിച്ചേക്കാം. വിവാഹം കഴിക്കാത്തവർക്ക് ഒരു നല്ല ബന്ധത്തിനുള്ള വഴി തുറന്നേക്കാം. തുലാം.
ജ്യോതിഷപ്രകാരം തുലാം രാശിക്കാർക്ക് ശുക്രൻ്റെയും ശനിയുടെയും കൂടിച്ചേരൽ വളരെ അനുകൂലമായിരിക്കും. കാരണം തുലാം രാശിയുടെ 5-ാം ഭാവത്തിൽ ശുക്രൻ്റെയും ശനിയുടെയും സംയോഗം രൂപപ്പെടാൻ പോകുന്നു. സന്താനങ്ങളിൽ നിന്ന് നല്ല വാർത്തകൾ ലഭിച്ചേക്കാം. അവർക്ക് ജോലി ലഭിക്കുകയോ വിവാഹം ഉറപ്പിക്കുകയോ ചെയ്തേക്കാം. വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ ലഭിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.